കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ സെൻട്രൽ GST അഡീഷണൽ കമ്മീഷണറും കുടുംബവും മരിച്ച സംഭവം ഏറെ നടുക്കമുണ്ടാക്കിയിരുന്നു. 3 പേരുടേതും തൂങ്ങിയ മരണമാണെന്നാണ് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അമ്മ ശകുന്തള മരിച്ച ശേഷമാണ് മക്കളായ മനീഷും ശാലിനിയും മരിച്ചത്. അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷമാണ് മക്കൾ ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി. കാക്കനാട് സെൻട്രൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിലാണ് 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശകുന്തളയുടെ മൃതദേഹം അഴിച്ചുകിടത്തി അന്തിമോപചാരം അർപ്പിച്ച ശേഷം മനീഷും സഹോദരി ശാലിനിയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴുള്ള പ്രാഥമിക വിവരങ്ങളിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വെള്ള പുതപ്പിച്ച് ചുറ്റും പൂക്കൾ വിതറിയ നിലയിലാണ് ശകുന്തളയുടെ മൃതദേഹം കട്ടിലിൽ കിടന്നിരുന്നത്. തലയുടെ ഭാഗത്തായി 3 പേരും ചേർന്നുള്ള ഒരു ഫോട്ടോയും വെച്ചിരുന്നു. അടുത്ത മുറികളിലായി തൂങ്ങി മരിച്ച നിലയിലാണ് മനീഷിന്റെയും ശാലിനിയുടെയും മൃതദേഹം ഉണ്ടായിരുന്നത്. മനീഷ് വിജയ് അവധിയിലായിരുന്നു. അവധി കഴിഞ്ഞിട്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാത്തതിനെ തുടർന്ന് സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഹോദരിയുടെ ആവശ്യത്തിനു വേണ്ടി നാട്ടിൽ പോകുന്നു എന്നായിരുന്നു മനീഷ് സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നത്. 2006-ൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ശാലിനി 1ാം റാങ്ക് നേടിയിരുന്നു. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടറായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് പരീക്ഷാ ക്രമക്കേടിനെ തുടർന്ന് ഈ പട്ടിക റദ്ദാക്കുകയും ശാലിനിയുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ആദ്യം പോലീസ് അന്വേഷിച്ച കേസ് 2012-ൽ CBI ഏറ്റെടുത്തു. 12 വർഷത്തിന് ശേഷം കഴിഞ്ഞ നവംബറിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് CBI ശാലിനിക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇക്കഴിഞ്ഞ 15-നാണ് CBI സമൻസ് അയച്ചത്. ഈ കാര്യമാണോ കുടുംബത്തെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ACP PV ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. News 18 കൊച്ചി.